അപ്പോൾ സോഫ്റ്റ് സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളെ വീഡിയോ ഇട്ടിട്ട് നമ്മൾ വീഡിയോയിൽ ഇടാനുള്ള സമയം കിട്ടിയിട്ട് അതിനായിട്ട് ഇടാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. നമ്മൾ ഒരു അടിപൊളി ഒരു വീഡിയോ ഇട്ടത് നമുക്ക് നമ്മുടെ ഒരു കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ട് ശംഖുപുഷ്പം. അപ്പോൾ ശംഖുപുഷ്പം വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ശംഖുപുഷ്പം നമ്മുടെ ഗ്ലിസറിൻ സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തോരം ചേർക്കണം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ നമ്മുടെ ഓയിൽ സോപ്പിലും എന്തോരം ചേർക്കണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളൊരു 400 ഗ്രാമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. 400 ഗ്രാം ബേസ് എടുത്തിട്ട് അതിലാണ് ശംഖുപുഷ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട അളവ് നമുക്ക് അറിയാമല്ലോ, ഒരു 20 മില്ലി മതി അതിൻ്റെ ജ്യൂസ്. അത് നമ്മൾ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചിട്ട് മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കണം, എന്നിട്ടാണ് നമ്മൾ ചേർക്കേണ്ടത്. അതുപോലെ ധാരാളം വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ഇതാണ് നമ്മുടെ ശംഖുപുഷ്പം. അതൊക്കെ നമ്മുടെ മുടിക്ക് സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബേസ്, അതുപോലെ സോപ്പുകൾ, അതുപോലെ കളറ്, ഫ്രാഗ്രൻസ്, അത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് കൊറിയർ വഴി അയച്ചു തരാം കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു വീഡിയോയിലേക്ക് കിടന്നാലോ. ഇതാണ് നമ്മുടെ ശംഖുപുഷ്പം കേട്ടോ. അപ്പോൾ ഈ ശംഖുപുഷ്പം നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അതിപ്പോൾ നമ്മൾ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചിട്ട് നമ്മളിത് അരച്ചെടുക്കും. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ സോപ്പിൽ ചേർക്കുന്നത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ജ്യൂസ് അടിച്ച് വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ശംഖുപുഷ്പത്തിനെ ജ്യൂസൊക്കെ അടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു 40 മില്ലി നമ്മൾ റോസ് വാട്ടർ ഒഴിച്ചിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് ബേസാണ്. നല്ല ബേസ് എടുക്കാം. കേട്ടില്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന ബേസ് എപ്പോഴും നല്ല സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആട്ടോ. ഇതാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നത്. നമ്മളൊരു 400 ഗ്രാം എടുക്കണം കേട്ടോ. അത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബേസൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് കേട്ടോ. അതെ, ഇതാണ് നമ്മുടെ ബേസ്. കണ്ടില്ലേ, നല്ല കറക്കണ്ടം പോലത്തെ ബേസ് കണ്ടാ, ഒരു കംപ്ലൈൻറ്റും ഇല്ല കണ്ടാ, ക്ലിയർ ബേസാണ്. ഇപ്പോൾ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോ, ഞാൻ അയച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഡബിൾ ബോയിലിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഇതിന് മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബേസൊക്കെ നന്നായി മെൽറ്റ് ആയിട്ട് നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് ഒഴിക്കയിൽ നമ്മളൊരു 4 സോപ്പിക്കോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു 20 മില്ലി നമ്മളിൽ ഒഴിച്ചിട്ടുണ്ട്. വേറെ കളറൊന്നും ഇടയില്ല കേട്ടോ, നല്ല കളറാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വൈറ്റമിൻ ഇ ചേർക്കാം. 3-4 ഡ്രോപ്പ് ചേർത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഫ്രാഗ്രൻസ് ചേർക്കാം. ഫ്രാഗ്രൻസ് നമ്മൾ ഒരു 8 മില്ലിയോളം ചേർക്കുന്നുണ്ട് കേട്ടോ. 8-9 മില്ലിയോളം ചേർക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ചൂടുവെള്ളത്തിന് ഇറക്കി വയ്ക്കുക. ഇനി നമ്മുടെ മോൾഡൊക്കെ അടുത്തെടുത്ത് വയ്ക്കോളൂ കേട്ടോ. മോൾഡൊക്കെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചിട്ടിട്ട് നമ്മുടെ റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ എല്ലാ പതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട്. ഇപ്പോൾ ഇനി നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കണേന്ന്. ഓക്കെ, അപ്പോഴേ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പൊക്കെ സെറ്റ് ആയിട്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ഇതാകുമ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ചെടിയാണ്. എനിക്ക് ഇതിൻ്റെ വിത്തൊക്കെ നമ്മുടെ കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ മുളപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഉണ്ടാകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഗുണങ്ങളുണ്ട്. നമുക്ക് ചായ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ശംഖുപുഷ്പം. അപ്പോൾ അടിപൊളി ആയിട്ട് സോപ്പൊക്കെ സെറ്റായിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സോപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ടെങ്കിൽ അതെന്നെ എന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.